പൂക്കോട് വെറ്ററിനറി കോളേജിലെ JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI പ്രാഥമിക കുറ്റപത്രം ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. പകർപ്പ് പ്രതികൾക്ക് കൈമാറണമെന്ന് കോടതി നിർദ്ദേശിച്ചു. പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീകാന്ത്, എന്താണ് കുറ്റപത്രത്തിൽ നിന്ന് പ്രാഥമികമായി അറിയാൻ കഴിയുന്നത്? വേണു, ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രതികൾ 8 പേരാണ് ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. പക്ഷേ ഇന്ന് ഈ ജാമ്യാപേക്ഷയെ അതിശക്തമായി CBI എതിർക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഒരു കാരണവശാലും ജാമ്യം നൽകരുത്, അന്വേഷണത്തെ ബാധിക്കും എന്നവർ പറയുകയും ചെയ്തു. തുടർന്ന് ഈ പ്രാഥമിക കുറ്റപത്രം CBI അത് കോടതിയിൽ സമർപ്പിച്ചു. നേരത്തെ കീഴ്ക്കോടതിയിൽ സമർപ്പിച്ചതാണ്. അത് ഹൈക്കോടതിയും ആവശ്യപ്പെട്ടിരുന്നു. അതിന്ന് കോടതിയിൽ സമർപ്പിക്കുകയാണ് ചെയ്തത്. പ്രാഥമിക കുറ്റപത്രത്തിന്റെ പകർപ്പുകൾ പ്രതികൾക്കും നൽകണം എന്നും CBIയോട് ഇപ്പോൾ കോടതിയും പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഹീനമായ കുറ്റകൃത്യമാണ് നടന്നത്, ക്രൂരമായ ആക്രമണം സിദ്ധാർത്ഥൻ നേരിട്ടു തുടങ്ങിയ കാര്യങ്ങൾ ഈ കുറ്റപത്രത്തിൽ CBI ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജികൾ ഹൈക്കോടതി വെള്ളിയാഴ്ചത്തേക്ക് ഇപ്പോൾ പരിഗണിക്കാൻ മാറ്റിയിട്ടുമുണ്ട്. ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതികൾക്ക് കാരണവശാലും ജാമ്യം ഉറപ്പിച്ചാണ് CBIയുടെ വാദങ്ങൾ. ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.